ശിവദാസൻ ഇവിടെ ഒരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്, കുട്ടേട്ടൻ സ്മാരക ഗ്രന്ഥശാല വരുന്നത്. അപ്പോൾ ഞാൻ സാധാരണ കവിതയെ പറ്റി അങ്ങനെ വായിക്കുക അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളില്ല. അപ്പോൾ സാറിൻ്റെ ഒരു ശക്തമായ നിർബന്ധത്തിലാണ് ഞാൻ വായിച്ചത്. പക്ഷെ അത് വായിച്ചപ്പോൾ അത് വളരെ എന്താ പറയുക, വളരെ ലളിതമായ വരികളിൽ കൂടിയിട്ട് വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയ ഒരു കവിതാ സമാഹാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കുറച്ചുകൂടി ഇപ്പോൾ എല്ലാവരും അവർ രണ്ടുപേരും വളരെ വിശദമായി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ രണ്ടുപേരും പറഞ്ഞതിൽ സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്കത് ബേസിക്കലി തോന്നിയത് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതാക്കി ഇതിനെ ഒന്ന് തരംതിരിച്ചിട്ട് മൊത്തം കവിതകളെ പറയാമെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും സാറ് ശക്തമായി പറഞ്ഞൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഒരു കാലത്ത് അതായത് നമ്മൾ പല ഈ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെയുള്ള ഇതിൽ കൂടെ ഒഴിവാക്കപ്പെട്ട കുറേ അനാചാരങ്ങളും അതുപോലെ തന്നെ വേർതിരിവുകളൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന ഒരു ചില സൂചനകൾ നമ്മുടെ കേരള സമൂഹത്തിൽ കാണുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആകുലത, നമ്മുടെ കേരളത്തിനെ കേരളമാക്കുന്ന ചില പ്രത്യേകതകൾ അത് ഒഴിവാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഊന്നി പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരെയും കീഴാളന്മാരെയും അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള കുറേ കവിതകൾ, അതിനാണ് എനിക്ക് തോന്നുന്നത് ഈ കവിതാ സമാജത്തിൽ ഈ ആമുഖത്തിലും അത് ഡോക്ടർ പി.കെ. പോക്കർ സൂചിപ്പിച്ചതും ഒക്കെ ആ ഒരു പ്രത്യേകതയാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ഈ മഴയോർമ്മ എന്ന് പറഞ്ഞ കവിത, അതിൻ്റെ വരികൾ ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു, വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ ഞാൻ മറ്റ് വരികളൊക്കെ കിടക്കുന്നില്ല. അതിൽ ഒരു പ്രധാന വരി എന്ന് പറയുന്നത്, അന്നത്തെ ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്ന ഒരു പ്രധാന വരി എന്ന് പറയുന്നത്, ചോരും മഴയെ ചാരിക്കിടന്ന് ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ, പടിപ്പുറത്താരോ വിളിച്ചു പോകുന്നു പണിക്ക് വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വീട്ടിൽ കഷ്ടപ്പാടും മഴയുടെ ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളപ്പോഴും അവർക്ക് അന്ന് പണിക്ക് പോയില്ലെങ്കിൽ വരുമാനമില്ല. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഈ പെരുമഴയത്ത് അവർ ഗർഭിണിയാണെന്നുള്ള രീതിയിലും സൂചിപ്പിക്കുന്നുണ്ട്. അത്രയും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതിരുന്നിട്ടും രാവിലെ പണിക്ക് പോയില്ലെങ്കിൽ അവർക്ക് ആഹാരത്തിനുള്ള വഴി കിട്ടില്ല. എനിക്ക് ആ ഒരു ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാറ് കവിത വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചത്. അന്ന് ഈ നമ്മുടെ തകഴിയുടെ രണ്ടിടങ്ങഴി നോവലിൻ്റെ ഒരു പശ്ചാത്തലമാണ് സത്യത്തിൽ ഈ ഒരു കവിത വായിക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതവും അടിച്ചമർത്തപ്പെട്ടവരുടെ വിഷമങ്ങളൊക്കെ ഏറ്റവും മനോഹരമായിട്ട്, വളരെ ചെറിയ പുസ്തകമാണ് പോലും, തകഴിയുടെ രണ്ടിടങ്ങഴി എന്നുള്ള പുസ്തകമാണ് അത് ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് എനിക്ക് ഓർമ്മ വന്നത്. കോരനും ചിരുതയും അവരുടെ കുട്ടികളും വയസ്സായ അച്ഛനും ഒക്കെ അടങ്ങുന്ന കുടുംബവും അവരെ പോറ്റാൻ വേണ്ടിയിട്ട് ഇയാൾ കഷ്ടപ്പെടുന്നതും ജന്മിയായിട്ടുള്ള പ്രശ്നങ്ങളും, അങ്ങനെ ഒരു കേരളത്തിലെ ഒരു കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റും എല്ലാം കൂടി വരുന്നൊരു കഥയാണ്, നോവലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിനെ എനിക്ക് കാണാൻ തോന്നിയത്. അപ്പോൾ അതുപോലെ മറ്റ് പലതിലും ഈ പറഞ്ഞ പോലെ ഒരു തുള്ളി കണ്ണീർ, പിന്നെ മന്നും കുന്നും, മഹാബലി, അങ്ങനെയുള്ളതിലൊക്കെ ആ ഒരു പിന്നോക്ക ജാതിയുടെ ആ ഒരു അടിച്ചമർത്തലിൻ്റെ ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ അതുപോലെ തന്നെ കാക്ക എന്നുള്ള കവിത അതിവിടെ പറഞ്ഞു. കാക്കയിലും ഈ വളരെ ഇതായിട്ട് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. കറുപ്പിൻ്റെ ഒരു ഇത്, എന്ത് ചന്തമാണ് അതിന് ആകാശത്തിൻ്റെ നിറം, ഇരുട്ടിൻ്റെ നിറം, കൺമഷിയുടെ നിറം, നമ്മുടെ കൃഷ്ണൻ്റെ നിറം, എൻ്റെ നിറം. ഈ കറുപ്പിനെ അകറ്റി നിർത്തുന്ന ഒരു ഇതിനെതിരായിട്ടുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം അവിടെ വരുന്നുണ്ട്. കറുപ്പ് ഏറ്റവും ഭംഗിയുള്ള നിറമാണെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ സമൂഹത്തിൽ നമ്മളറിയാതെയൊക്കെ തന്നെ നമ്മുടെ മനസ്സിലും ഈ കറുപ്പ് ഒരു മോശപ്പെട്ട നിറമാണെന്നൊരു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതെത്ര നമ്മൾ പുരോഗതിയിലേക്ക് വന്നാൽ പോലും നമ്മളറിയാതെ ആൾ കറുത്തിട്ടാണെങ്കിലും നല്ല സ്വഭാവമാണ് എന്ന് നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്. എന്ന് പറയുമ്പോൾ കറുപ്പ് മോശമാണ്, എന്നാലും കറുത്തിട്ടാണെങ്കിലും ആൾ നല്ലവനാണ് എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ. അതുപോലെ ആ കറുത്തിട്ടാണെങ്കിലും എൻ്റെ ഉള്ള് വെളുത്തിട്ടാണ് എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ പഴയ മലയാളത്തിലൊരു ഞാവൽപ്പഴങ്ങളുടെ ഒരു പാട്ടുണ്ട്, ഉള്ളിൻ്റെ എള്ളിൻ കറുപ്പ് പുറത്താണ്, ഉള്ളിൻ്റെ ഉള്ള് ചുവപ്പാണ് എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരിയെപ്പറ്റി വർണ്ണിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ കറുപ്പ് ഒരു മോശപ്പെട്ട നിറമാണെന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്ഥാനം. ഇപ്പോൾ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ കൃഷ്ണൻ്റെ നിറം കറുപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ കൃഷ്ണൻ്റെ നിറം കറുപ്പല്ല നീലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കൃഷ്ണൻ്റെ പ്രതിമയുള്ളത് വെള്ള കളറാണ് എന്ന് പറയുമ്പോൾ അത് മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ അത് കറുപ്പല്ല നീലയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ONV ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു എന്നുള്ളത് അദ്ദേഹം കവിതയിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ വേറൊരു ഇതിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ അതുപോലെ ആ കറുപ്പിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയുന്ന ഒരു കവിതയായിട്ടാണ് അത്. അതിൽ നല്ല രസകരമായ ഒരുപാട് വരികൾ അതിൽ പറയുന്നുണ്ട്. ഈ ബലിക്ക് ക്ഷണിക്കുകയും അത് കഴിയുമ്പോൾ തിരിച്ചയക്കുകയും ചെയ്യുന്ന വോട്ടിന് ആൾക്കാരെ ദരിദ്രരുടെ വോട്ട് വാങ്ങിയിട്ട് അവരെ ഇതാക്കുന്ന ഇതൊക്കെ പ്രായോഗികമായിട്ട് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിന്നേട്ടൻ്റെ കഥ പറയുന്ന ഒരു തുള്ളി കണ്ണീർ എന്നുള്ളതിലും അതിൽ ഈ ചിന്നേട്ടൻ എല്ലാത്തിനും വേണ്ട ഒരു കഥാപാത്രമാണ് ചിന്നേട്ടൻ. പക്ഷേ അദ്ദേഹത്തിന് അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എപ്പോഴും മാത്രം ചിന്നേട്ടൻ വേണ്ട. വിത്തിടുമ്പോൾ, വളവിടുമ്പോൾ, കളപറിക്കുമ്പോൾ, ചാഴിയെ കൊല്ലുമ്പോൾ, വിളവരിഞ്ഞ് മെതിക്കുമ്പോൾ ചിന്നേട്ടൻ്റെ ഒരു കണ്ണ് വേണം. പക്ഷേ അളക്കുമ്പോഴും വിൽക്കുമ്പോഴും വേണ്ടാത്ത കണ്ണ്. ആ കാര്യത്തിൽ ചിന്നേട്ടൻ വേണ്ട. ഇത് അളക്ക് വിൽക്കുമ്പോൾ വേണ്ട, ബാക്കി അധ്വാനിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചിന്നേട്ടൻ്റെ ഒരു ഇത് വേണം. അപ്പോൾ അതും ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയും അധ്വാനിക്കുന്നവരെ അകറ്റി നിർത്തുന്നതും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത് എനിക്ക് അത് ബോധ്യപ്പെട്ടത്. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത ഇടയിലുണ്ടായ ഒരു സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ പ്രാധാന്യം വന്നൊരു സംഭവം, ഈ നമ്മുടെ കളക്ടർ ദിവ്യാസ് അയ്യർ രാധാകൃഷ്ണൻ, മിനിസ്റ്റർ രാധാകൃഷ്ണൻ റിസൈൻ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നൊരു ചിത്രം. ഇത് എല്ലാവരും വളരെ, അതായത് മിനിസ്റ്റർ റിസൈൻ ചെയ്ത് പോകുമ്പോൾ കളക്ടർ ദിവ്യാസ് അയ്യറാണ് കളക്ടർ, അവർ ഇയാളെ മിനിസ്റ്ററെ കെട്ടിപ്പിടിക്കുന്നൊരു ഫോട്ടോ, അത് മീഡിയാസ് എല്ലാം വളരെ ഇതായിട്ട് വന്നു. അവർ വളരെ ഇതായിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെ പറ്റിയിട്ട് പല ആംഗിളിൽ വന്നു. അപ്പോൾ അതിൽ രണ്ട് രീതി വന്നു. ആദ്യം പറഞ്ഞത് ഒരു പുരുഷൻ്റെ ഭാര്യ മറ്റൊരാളെ കെട്ടിപ്പിടിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു സദാചാര ബോധം. അത് ഈ ഇതിലൊരു കവിതയിൽ പറയുന്നുണ്ട്, അത് ഞാൻ പറയാൻ പറ്റും. മലയാളിയുടെ ഈ സദാചാരത്തിൻ്റെ ഇതിനെ പറ്റിയിട്ട് യാത്രയിൽ എന്നുള്ളൊരു കവിതയിൽ അദ്ദേഹം വളരെ രസകരമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഉക്കടത്തുനിന്നും തടാകത്തിലേക്ക് ബസ് യാത്ര ചെയ്യുന്ന ഒരു ആൾ, അദ്ദേഹം മറ്റേ നെരൂദയുടെ കവിതയൊക്കെ ആലോചിച്ച് വളരെ അന്താരാഷ്ട്ര ലെവലിൽ വളരെ സ്റ്റാൻഡേർഡോട് ചിന്തിച്ചിരിക്കുന്ന മലയാളി. അപ്പോൾ തൊട്ടടുത്തൊരു പെൺകുട്ടി, വളരെ സുന്ദരിയായൊരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് അണ്ണാ എങ്കിൽ ഉക്കാരട്ടുമാ എന്ന് പറഞ്ഞ് ഇവരെ തട്ടിയിട്ട് അടുത്ത് വന്ന് ഇരിക്കുകയാണ്. ഇരുന്നപ്പോൾ ഈ ബസ്സിലിങ്ങനെ പടയപ്പയിലെ പാട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കാല് വെച്ചിട്ട് കാലിങ്ങനെ ആട്ടുന്ന, ഈ കാല് ഇയാളുടെ മേലെ ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇയാളുടെ ഉള്ളിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ സമയത്തുള്ള അയാളുടെ ഒരു എന്താ പറയുക കപട സദാചാരം എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ വിചാരിക്കുന്നത് ഈ കുട്ടിയെ എനിക്ക് സഹോദരിയായിട്ട് കാണണം, അമ്മയായിട്ട് കാണണം, അല്ലെങ്കിൽ മകളായിട്ട് കാണണം, അതിനുള്ള ശക്തി എനിക്ക് തരണം എന്ന് ഇയാൾ ഉള്ളിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുട്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയപ്പോൾ ഇയാൾ വീണ്ടും സമാധാനമായി, പിന്നെ വീണ്ടും നെരൂദയും ഇതുമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ പറയും, ലാസ്റ്റ് പുള്ളി അവസാനിപ്പിക്കുന്ന ഒരു വളരെ മനോഹരമായി വരുന്നത്, എപ്പോഴാണാവോ മലയാളി ഈ AR റഹ്മാൻ്റെയൊക്കെ കവിത പാട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ അതൊരു അതും ഈ പറഞ്ഞ ഈ ദിവ്യാസയുടെ കാര്യത്തിൽ അതൊരു പ്രധാനമായിട്ട് വന്നു. അതിൽ പല ആൾക്കാരും ഒരാളെ ഭാര്യ കെട്ടിപ്പിടിക്കുന്നത് ശരിയാണോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. അപ്പം നമ്മളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഭാര്യ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ സമ്മതിക്കുമോ? അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മറുപടി ഉണ്ട്. പക്ഷേ ഇത് ഈ ദിവ്യാസ് അയ്യരുടെ ഭർത്താവ് ഒരു മുൻ MLA ഒക്കെ ആയിട്ടുള്ള ശബരിനാഥാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഒരു പത്രക്കാരൻ അത് ചോദിച്ചില്ല ഭാഗ്യം കൊണ്ട്. കാരണം അത് അവർക്ക് ഇഷ്ടം ഉണ്ട്, അല്ല അത് ആരും ചോദിച്ചില്ല. അതൊരു മര്യാദ കൊണ്ട് പത്രക്കാരെ സാധാരണ സ്വഭാവം വെച്ച് ചോദിക്കേണ്ടതാണ്, അത് ചോദിച്ചില്ല. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞാൽ, പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും അതിന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന കമൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു. അതായത് ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾ കളക്ടർ, അയാൾ അതും ഒരു ദിവ്യാസ് അയ്യർ, അത് ദളിതനായിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയാവാം MP ആവാം, അയാളെ കെട്ടിപ്പിടിച്ചതിൽ ഇവരൊരു വലിയൊരു എന്താ പറയുക ത്യാഗം ചെയ്തു എന്നുള്ള രീതിയിലാണ് പ്രചരണം വേണ്ടത്. ഇവരെ ഇങ്ങനെ ആൾക്കാർ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സാധാരണ സംഭവമായിട്ട് അവരെന്ത് ഉദ്ദേശിച്ച് ചെയ്തു എന്നുള്ളതല്ല, ജനം പറയുന്നത് അങ്ങനെയാണ്. എന്ന് പറയുമ്പോൾ ആ ഒരു ആളുകളുടെ മനസ്സിലെ ചിന്താഗതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് അതൊരു സൂചന. അത് സാറ് പല ഇതിൽ എനിക്കത് തോന്നാൻ കഴിഞ്ഞു. അതൊരു മിഥ്യാധാരണയിൽ നമ്മൾ പലതും മാറിയെന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പല ആളുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാത്തിനെ പറ്റിയിട്ടും പറയുന്നില്ല, എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറയും. അതുപോലെ തന്നെ ആ മഹാബലി എന്നുള്ള ഒരു കവിതയിലും വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
അതായത് മരിച്ചുപോയ രാമേട്ടനെ ബലിയിടാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവിടെ പോകുന്നത് രാമേട്ടന് ബലിയിടുമ്പോൾ ഇവർ സ്വാഭാവികം ആഗ്രഹിക്കുന്നത് മണ്ണും കുന്നും മാടനും കുട്ടിച്ചാത്തനും മൺമറഞ്ഞു പോയില്ലെങ്കിൽ രാമേട്ടന് വേണ്ടി ഇത്തിരി കോഴിക്കറിയും ഉണക്കലരിച്ചോറും നെല്ലിട്ട് വാറ്റിയ കൊട്ടുവടിയും മോന്തി പള്ള വേർപ്പിച്ച് തുള്ളിച്ചാടാമായിരുന്നു. അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ പട്ടിണി മൂത്ത് ചത്തുപോകുന്നതിന് തൊട്ട് മുമ്പ് കള്ളും കോഴിക്കറിയും വേണമെന്ന് പറഞ്ഞ് തൊണ്ട പൊട്ടിയാണ് രാമേട്ടൻ മരിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ കൊടുക്കുന്നത് മരണാനന്തരം രാമേട്ടന് കൊടുക്കുന്നത് എള്ളും പൂവും ഇട്ടിട്ട് ഇയാൾക്ക് ബലി കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഈ പഴയ ഇതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു കടന്നു വരവ് എല്ലാം അതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പുള്ളി സൂചിപ്പിച്ച പോലെ തന്നെ ആ പാഠഭേദം എന്നുള്ള ഇതിൽ ഈ ചരിത്രം നമ്മൾ പഴയ ചരിത്രം മറക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന വരുന്നുണ്ട്. അതായത് മുത്തശ്ശിക്ക് പനമ്പഴം ഇഷ്ടപ്പെടുമ്പം പേരക്കുട്ടിക്ക് ഇതാണ് റംബൂട്ടാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ പഴയ ചരിത്രം നമ്മളത് പലതും ആഗ്രഹിക്കുന്നില്ല. ചരിത്രം പറയുന്നത് പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പഴയത് മോശപ്പെട്ട ചരിത്രം അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന പൊരുതി നേടിയ ഒരു ചരിത്രം പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ എനിക്ക് അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സത്യത്തിൽ തോന്നിയത് ഈ നമ്മുടെ ശരൺകുമാർ നിംബാലയുടെ അക്കർമാശി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ, മറാഠി എഴുത്തുകാരനും അദ്ദേഹം പിന്നെ വലിയ IAS ഒക്കെ എടുത്ത് വലിയ ഉന്നതനായിട്ടുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞൊരു ബാല്യകാലമാണ്. അവരുടെ ശരിക്കും ഈ ജാതിപരമായിട്ട് പോകുമ്പോൾ ഉയർന്ന ജാതിയിലുള്ള ആൾ സാധാരണ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് പിറക്കുന്ന കുട്ടിയാണ് അങ്ങനെ പറയുന്നത്. അക്രമാശി എന്ന് പറഞ്ഞാൽ അർദ്ധജാതി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞാലും അവർക്ക് പറയാനുള്ള അവകാശമില്ല. സ്കൂളിൽ ചേർത്തുമ്പോഴോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും ഈ അച്ഛൻ്റെ പേര് പറയാനുള്ള അവകാശമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവർ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ വേസ്റ്റ് പെറുക്കിയിട്ടും ഒക്കെ നടക്കുമ്പോൾ ഇവരുടെ അനുഭവങ്ങൾ ഒരുപാട് ഇതായിട്ട് പറയുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഭക്ഷണം വലുതുണ്ടെന്ന് പറഞ്ഞ് പൊതി തുറന്ന് നോക്കുമ്പോൾ അതിൽ ഈ മനുഷ്യൻ്റെ വിസർജ്യങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞൊരു അക്രമാശി എന്നാണ് ആ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് പറയുകയാണ്. അവരുടെ സമൂഹത്തിൻ്റെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ കഥ എങ്ങനെ പറയുമ്പോൾ അതിനെതിരെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അതിനെതിരെ ഏറ്റവും ശക്തമായി എതിർത്തത് അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എതിർത്തത്. നമ്മുടെ പഴയ കഥ എന്തിനാണത് പബ്ലിസിറ്റി ചെയ്യണം, ഇയാളെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുകയും അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ അയാളൊരു IAS ലെവലിലൊക്കെ ഉദ്യോഗസ്ഥനൊക്കെ ആയതുകൊണ്ട് അത് ആ ലെവലിൽ വന്നില്ല. അത്തരത്തിൽ പറയുന്നപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ പഴയ ചരിത്രം പറയുന്നത് പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ചിന്തകൾ ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇതിന് പുറമെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല രസകരമായ വരികൾ ഇതിൽ പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് പുഴ മരത്തിനോട് ചോദിക്കുന്നുണ്ട് കുറച്ച് വെള്ളം തരുമോയെന്ന്. അത് ഞാൻ ഇതിൽ വായിക്കുന്നില്ല. അപ്പോൾ വെള്ളം ഈ വേര് ഇങ്ങനെ പരതി എല്ലാവരുടെയും പരതിയിട്ടും വെള്ളം കിട്ടാതെ അവസാനം മരം പുഴയടുത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട് കൊക്കോക്കോള മതിയോന്ന്. അത്രയും ആ ഒരു കാലഘട്ടവും അതുപോലെ തന്നെ പിന്നീട് പിന്നെ അതുപോലെ നേരത്തെ ചോദിച്ചപ്പോൾ സെൽഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. സെൽഫി നമ്മളെല്ലാം ഒറ്റപ്പെട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം. അതുപോലെ ഒരു ബസ് യാത്രയിൽ ഒരു വൃദ്ധൻ ബസ്സിൽ കയറിയിട്ട് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ബസ്സിൽ ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും ഇയർഫോണും മൊബൈലായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഈ യന്ത്രം എന്താണ് ഒറ്റപ്പെടുത്താൻ അല്ലേ, ഒറ്റപ്പെടുത്താനുമുള്ളൊരു യന്ത്രമാണ്, ഒരു തന്ത്രമായി യന്ത്രം മാറി എന്ന് പറഞ്ഞിട്ടൊരു വരി പറയുന്നുണ്ട് അതിൽ. അങ്ങനെ ഒരുപാട്. പിന്നെ ഈ വീടിൻ്റെ കാര്യത്തിൽ ഇപ്പം നേരത്തെ മഴയോർമ്മയിലൊരു ചോർന്നൊലിച്ചാലും കഷ്ടപ്പാടാണെങ്കിലും വളരെ പരസ്പര സ്നേഹത്തോടെ കഴിയുന്നൊരു വീടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീടിനെക്കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ വീട് നിൻ്റെയും എന്നുള്ള സ്ഥലത്ത്. അവിടെ അത് അവസാനം പറയുന്നത് വീട് എന്ന് പറയുന്നത് ചേക്കേറാനൊരു കൂട് മാത്രമാണ്. അവിടെ സ്നേഹവും ഒന്നുമില്ല. ആൾക്കാർക്ക് രാത്രി വന്ന് താമസിക്കുക, പകൽ ഇറങ്ങിപ്പോവുക. ആ ഒരു രീതിയിലേക്ക് വീട് മാറി എന്നുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്കും അദ്ദേഹം വളരെ ഇതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നമ്മൾ വായിച്ച് രസിക്കുക മാത്രമല്ല അതിനപ്പുറത്ത് നമ്മളെ ചിന്തിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിലേക്ക് ഈ സാമൂഹ്യ തലങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന വളരെ ലളിതമായ എന്നാൽ വളരെ ആഴത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള വളരെ മനോഹരമായ കവിതകളുടെ ഒരു സമാഹാരമാണ്. എന്തായാലും ഈ കവിത വായിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് നേരിട്ട് പറയാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. അതുപോലെ ഇതിനൊരു അവസരം തന്ന കതിരവൻ സാർക്ക് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു.